കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം ഇന്ന് പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം. ഞാൻ മരിച്ചവനായിരുന്നു, നല്ലതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു പത്മോസിൻ്റെ ഏകാന്തതയിൽ യോഹന്നാന് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ യോഹന്നാൻ മരിച്ചവനെ പോലെ വീണുപോയി. എന്നാൽ കർത്താവ് അലങ്കാരം അവൻ്റെ മേൽ വെച്ച് എഴുന്നേൽപ്പിച്ച് കർത്താവിനോട് പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. കർത്താവ് മരിച്ചവനായിരുന്നു. എങ്ങനെയുള്ള മരണമാണ് കർത്താവ് സ്വയം ഏറ്റെടുത്തത്? പാപത്തിൻ്റെ ശമ്പളമായ മരണമായിരുന്നില്ല കർത്താവ് ഏറ്റെടുത്തത്. പാപത്തിന് പരിഹാരം വരുത്തുക. ആരുടെ പാപത്തിന്? മാനവജനതയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. പാപിയായ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ പാപമില്ലാത്ത കർത്താവ് പാപപരിഹാരം വരുത്തുവാൻ കാൽവറിയിൽ യാഗമായി തീർന്നു. എന്നാൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ മരണത്തിന് പിടിച്ചടക്കുവാൻ, ഒതുക്കി വയ്ക്കുവാൻ കഴിഞ്ഞില്ല. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. നിമിത്തക്കാരനായ യോസേപ്പിൻ്റെ കല്ലറയിൽ കർത്താവ് അടക്കപ്പെട്ടുവെങ്കിലും ആ കല്ലറയെ മടക്കിക്കൊടുത്ത് 3-ാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് കർത്താവ് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു, എന്നാൽ ഇത് എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഒരിക്കലായി മരിച്ചു, ഇനി കർത്താവിന് മരണമില്ല. ഒരിക്കൽ മരിച്ചത് നാം പാപികളായി മുൻപോട്ട് ജീവിക്കാതിരിക്കുവാൻ, പാപത്തിന് പരിഹാരം വരുത്തുവാൻ, പാപമെന്ന മഹാബിപത്താപത്ത് അപകടത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ കർത്താവ് മരിച്ചു. ഇനി കർത്താവിൻ്റെ മേൽ മരണത്തിന് അധികാരമില്ല. അതുകൊണ്ടാണ് കർത്താവ് വെളിപ്പെടുത്തിയത്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ഒരു കർത്താവ് നമുക്കുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മരണപ്പെട്ടിട്ട് മരണത്തിൽ ജീവനിലേക്ക് മടങ്ങി വന്നവരുണ്ട്. ഏലിയാവും എലീശയും മരണത്തിന് കീഴ്പ്പെട്ടവരെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവന്നു. പത്രോസും പൗലോസും കർത്താവും മരണപ്പെട്ടവരെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവന്നു. എന്നാൽ അവർ പിന്നീട് ഒരിക്കൽ മരണത്തിന് കീഴ്പ്പെട്ടു. എന്നാൽ യേശു ഒരിക്കലായി മരിച്ചു, അവരൊരിക്കലായി ഉയർത്തെഴുന്നേറ്റു. ഇനി അവൻ്റെ മേൽ മരണത്തിന് അധികാരമില്ല. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ കർത്താവായിരിക്കുന്ന യേശു കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു ആ കർത്താവിൻ്റെ പാത പിന്തുടരുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.